ഹായ് ഓൾ. BSFൻ്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റ് ഓഫ് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ആണ് വിളിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 3 ഫേസായിട്ട് നടക്കുന്ന സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം വരുന്നത് ഫിസിക്കൽ ടെസ്റ്റാണ്. നോട്ടിഫിക്കേഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോ ഫുൾ കാണുക. ഇനി നോട്ടിഫിക്കേഷനിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പം റിക്രൂട്ട്മെൻറ്റ് ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് കോൺസ്റ്റബിൾ, കാർപ്പൻ്റർ, പ്ലംബർ, പെയിൻറ്റർ, ഇലക്ട്രീഷ്യൻ, പമ്പ് ഓപ്പറേറ്റർ, അപ്ഹോൾസ്റ്റർ, കോബ്ലർ, ടെയിലർ, വാഷർമാൻ, ബാർബർ, സ്വീപ്പർ, കോജി, കുക്ക്, വാട്ടർ കാരിയർ, വെയ്റ്റർ ഇതുപോലെയുള്ള ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്കാണ് നിലവിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫിസിക്കൽ ടെസ്റ്റ്. ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും റിട്ടൺ എക്സാമിനേഷനിൽ ഉണ്ടാവുക. എക്സാം ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കൂടി ക്വാളിഫൈഡ് ആയിരിക്കണം. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിൽ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. ട്രേഡ് ടെസ്റ്റിൽ പാസ്സായി കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷനും കൂടെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഫിസിക്കൽ ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ മെയിൽ കാൻഡിഡേറ്റ്സ് 5 കിലോമീറ്റർ റേസ് 25 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഫീമെയിൽസ് ആണെങ്കിൽ അത് 1.6 കിലോമീറ്റർ 8.30 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ നമ്മുടെ ബോഡി മെഷർമെൻറ്റ്സ് ആണ് പറയുന്നത്. മെയിൽസിനാണെങ്കിൽ മെയിൽസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 165 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ചെസ്റ്റ് വരുന്നത് 75 to 80 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഫീമെയിൽസിന് അത് 155 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഫീമെയിൽസിന് ചെസ്റ്റിൻ്റെ കാര്യം മെൻഷൻ ചെയ്യുന്നില്ല. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ST കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം വരുമ്പോൾ മെയിൽസിനാണെങ്കിൽ ഹൈറ്റ് 160 സെൻറ്റിമീറ്ററും ചെസ്റ്റ് 75 to 80 സെൻറ്റിമീറ്ററും മാത്രം ആവശ്യം വരുന്നുള്ളൂ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 148 ഹൈറ്റ് വരുന്നുള്ളൂ. ചെസ്റ്റ് മെഷർമെൻറ്റ് മെൻഷൻ ചെയ്യുന്നില്ല. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് തുടങ്ങി 25 വയസ്സ് വരെയാണ്. അതിൽ SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷം റിലാക്സേഷൻ കിട്ടും. അതായത് അവർക്ക് 30 വയസ്സ് വരെ എഴുതാം. അതർ ബാക്ക്വേർഡ് കാസ്റ്റ് എന്ന് വെച്ചാൽ 3 വർഷം റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്ഡ് ആണ്. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ട്രേഡിനനുസരിച്ച് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. കോൺസ്റ്റബിൾ, കാർപ്പൻ്റർ, പ്ലംബർ, പെയിൻറ്റർ, ഇലക്ട്രീഷ്യൻ, പമ്പ് ഓപ്പറേറ്റർ, അപ്ഹോൾഡർ ട്രേഡ്സിനൊക്കെ സിമിലർ ട്രേഡിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ITI നിന്നുള്ള 2 ഇയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൂടെ ആവശ്യമാണ്. അല്ലെങ്കിൽ 1 ഇയർ കോഴ്സ് ITIയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ മതിയാകും. കാറ്റഗറി കോൺസ്റ്റബിൾ, കോബ്ലർ, ടെയിലർ, വാഷർമാൻ, ബാർബർ, സ്വീപ്പർ, കോജി. ഈ ട്രേഡ്സിൻ്റെ ക്വാളിഫിക്കേഷൻ 10th പാസ്ഡ് ആണ്. കൂടാതെ ഈ പർട്ടിക്കുലർ ട്രേഡ്സിന് വേണ്ടിയിട്ടുള്ള ട്രേഡ് ടെസ്റ്റും കൂടെ നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ്സിന് ആ പർട്ടിക്കുലർ ട്രേഡിലുള്ള പ്രൊഫഷൻസിയും ആവശ്യമാണ്. ഇനി നെക്സ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള കോൺസ്റ്റബിൾ, കുക്ക്, വാട്ടർ കാരിയർ, വെയ്റ്റർ. ഈ ട്രേഡ്സിന് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ 10th പാസ്ഡ്. പിന്നെ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൻ്റെ ലെവൽ 1 കോഴ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഓർ കിച്ചൺ ഫ്രം നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അല്ലെങ്കിൽ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ക്വാളിഫിക്കേഷനോ മതി. സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റ് PET PST സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിനേഷനാണ്. റിട്ടൺ എക്സാമിനേഷന് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. കമ്പ്യൂട്ടർ ബേസ്ഡ് OMR എക്സാം ആയിരിക്കും നടക്കുന്നത്. കേരളത്തിലുള്ള കാൻഡിഡേറ്റ്സിന് സെലക്ഷൻ്റെ സെൻറ്റർ വരുന്നത് ബാംഗ്ലൂരാണ്. ഇതിൽ തന്നിരിക്കുന്ന ട്രേഡ്സിനെ അനലൈസ് ചെയ്ത് നോക്കിയാൽ എല്ലാ ട്രേഡ്സിനും ട്രേഡ് ടെസ്റ്റ് ആവശ്യം വരുന്നില്ല. ട്രേഡ് ടെസ്റ്റ് ആവശ്യമുള്ളത് കോബ്ലർ, ടെയിലർ, വാഷർമാൻ, ബാർബർ, സ്വീപ്പർ, കോജി എന്നീ ടൈപ്പ് ട്രേഡുകൾക്കാണ്. എന്നാൽ ആവശ്യമില്ലാത്തത്
കാർപ്പൻ്റർ, പ്ലംബർ, പെയിൻറ്റർ, ഇലക്ട്രീഷ്യൻ, പമ്പ് ഓപ്പറേറ്റർ, അപ്ഹോൾഡർ, കുക്ക്, വാട്ടർ കാരിയർ, വെയ്റ്റർ എന്നീ ട്രേഡുകൾക്കാണ് ട്രേഡ് ടെസ്റ്റ് ആവശ്യമില്ലാത്തത്. പക്ഷേ ഈ ട്രേഡുകൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. ഫിസിക്കൽ ടെസ്റ്റ്, റിട്ടൺ എക്സാമിനേഷൻ, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ട്രേഡ് ടെസ്റ്റ് ഇതെല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് നെക്സ്റ്റ് വരുന്നതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻ. അതിനുശേഷം മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരും ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. ഓഗസ്റ്റ് 23 ലാസ്റ്റ് ഡേറ്റ്. BSFൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലുള്ള ജോബ് റിലേറ്റഡ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.